നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മതേതര മനസാക്ഷിയോട് ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു ആരാധനാലയത്തിന്റെ പവിത്രതയ്ക്ക് നമ്മുടെ നാട്ടിൽ എന്ത് വിലയാണ് ഇന്ന് UDF ഭരിക്കുന്ന കേരളത്തിൽ ഉള്ളത്? വടകര, കണ്ണൂക്കര, മാടാക്കര പള്ളിയിൽ നടന്ന സംഭവം കണ്ടപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിലും മതേതര കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിലും ശക്തമായി പ്രതിഷേധിക്കാതെ കടന്നു പോകാൻ എനിക്കാവില്ല. ബൂട്ട് ധരിച്ച് പള്ളിയിൽ കയറിയതും വിശ്വാസികൾക്ക് നേരെ ലാത്തി വീശിയതും നമ്മൾ കണ്ടതാണ്. മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി ഒരു സാധാരണ ഹാളല്ല. അവൻ ഉളുവെടുത്ത് ശുദ്ധിയോടെ പ്രവേശിക്കുന്ന സ്ഥലമാണ്. നെറ്റി നിലത്തുവെച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്. റോഡുകളിലൂടെയും ചെളിയിലൂടെയും മാലിന്യമുള്ള സ്ഥലങ്ങളിലൂടെയും ചവിട്ടി നടക്കുന്ന ബൂട്ടുമായി ആ നമസ്കാര സ്ഥലത്തേക്ക് കയറുന്നത് വിശ്വാസികളുടെ മതവികാരത്തെ വേദനിപ്പിക്കുന്ന നടപടിയാണ്. അതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. പോലീസിന് നിയമം നടപ്പാക്കാം, ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടാം. പക്ഷേ ഒരു ആരാധനാലയത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയും നിയന്ത്രണവും പോലീസിനുമുണ്ട്. ഇവിടെ എന്തായിരുന്നു സാഹചര്യം എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത വിശദീകരണങ്ങളുണ്ട്. ഖതീബിനെ ചൊല്ലി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കം പിന്നീട് സംഘർഷമായി മാറിയെന്നാണ് ചില വാർത്താ റിപ്പോർട്ടുകൾ. അതേസമയം കാര്യമായ പ്രകോപനമൊന്നുമില്ലാതെ പോലീസ് ബൂട്ടിട്ട് പള്ളിക്കുള്ളിൽ കയറി ലാത്തിചാർജ് നടത്തിയെന്നാണ് മതവിശ്വാസികളുടെ ആരോപണം. അപ്പോൾ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. പള്ളിക്കുള്ളിൽ ബൂട്ടിട്ട് കയറി ലാത്തി വീശേണ്ട സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? അതിന് UDF സർക്കാർ ജനങ്ങളോട് മറുപടി പറയണം. ഇനി മറ്റൊരു കാര്യം, കേരളം ഇന്ന് ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതായത് ഈ പോലീസ് സേനയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്? കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ. അപ്പോൾ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കഴിയില്ല. ഇനി മുനാഫിക് ലീഗിനോട് ചോദിക്കാം. ഈ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്ന ഒരു പാർട്ടിയാണോ മുനാഫിക് ലീഗ്? അല്ല. ഈ മന്ത്രിസഭയിൽ മുനാഫിക് ലീഗിന് 5 മന്ത്രിമാരുണ്ട്. 5 മന്ത്രിമാർ. അതുകൊണ്ട് ലീഗിന്റെ ഒരു MLA-യോ ഒരു ജില്ലാ നേതാവോ പോലീസ് നടപടിയെ വിമർശിച്ചത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, വിമർശിച്ചാൽ മാത്രം മതിയോ? നിങ്ങൾ പ്രതിപക്ഷത്തല്ല, നിങ്ങൾ ഭരണപക്ഷമാണ്. നിങ്ങൾക്ക് 5 മന്ത്രിമാരുണ്ട്. നിങ്ങളുടെ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. നിങ്ങളുടെ സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കുന്നത് കൊണ്ട് മാത്രം ഉത്തരവാദിത്തം അവസാനിക്കുമോ? പള്ളിയിൽ ബൂട്ടിട്ട് കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ നടപടി സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കൂ. അതല്ലേ അധികാരത്തിന്റെ അർത്ഥം? 5 മന്ത്രിമാർ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ മുനാഫിക് ലീഗ് സ്വന്തം സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. പാണക്കാട് നേതൃത്വത്തോടും എനിക്ക് രാഷ്ട്രീയമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വികാരങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതൃത്വമാണ് പാണക്കാട് കുടുംബമെന്നാണ് വെപ്പ്. അങ്ങനെയെങ്കിൽ പ്രസ്താവനകൾക്കപ്പുറം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പാക്കാൻ കഴിയുമോ? അതാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. കാരണം അധികാരമില്ലാത്ത പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതും 5 മന്ത്രിമാരുള്ള ഭരണകക്ഷി പ്രതിഷേധിക്കുന്നതും ഒരുപോലെയല്ല. ഭരണകക്ഷികൾക്ക് പ്രതിഷേധത്തോടൊപ്പം ഉത്തരവാദിത്വവുമുണ്ട്. ലീഗിലെ 1-2 നേതാക്കൾ ഈ പോലീസ് നടപടിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മുനാഫിക് ലീഗ് എന്ന പാർട്ടി അതിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ശക്തിയോടെയും ഈ വിഷയത്തിൽ നിലപാടെടുത്തു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കേരളത്തിലെ മുനാഫിക് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? പാണക്കാട് സാദിഖ് അലി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാണ്? PMA സലാം. എന്റെ ചോദ്യം അവരോടാണ്. പള്ളിയുടെ അകത്തേക്ക് പോലീസ് ബൂട്ടിട്ട് കയറിയെന്നും വിശ്വാസികൾക്ക് നേരെ ലാത്തി വീശിയെന്നും ഇത്ര ഗൗരവമുള്ള ആരോപണം ഉയർന്നിട്ടും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തമായ ശബ്ദം എവിടെ? ഇത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രസ്താവന ഇറക്കി അവസാനിപ്പിക്കാവുന്ന വിഷയവുമല്ല. നിങ്ങൾ ഭരണത്തിന്റെ ഭാഗമാണ്. മന്ത്രിസഭയിൽ നിങ്ങളുടെ പാർട്ടിക്ക് 5 മന്ത്രിമാരുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിനൊപ്പം ഒരേ മന്ത്രിസഭയിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ 1-2 നേതാക്കളുടെ പ്രതികരണത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കരുത്. സംസ്ഥാന പ്രസിഡന്റ് നിലപാട് പറയണം. സംസ്ഥാന ജനറൽ സെക്രട്ടറി നിലപാട് പറയണം. 5 മന്ത്രിമാരും നിലപാട് പറയണം. അതിലും പ്രധാനമായി സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിക്കണം. കാരണം അധികാരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം പ്രതിഷേധ പ്രസ്താവനയിൽ അവസാനിക്കുന്നതല്ല. പാണക്കാട് നേതൃത്വത്തോടും എനിക്ക് നേരിട്ടൊരു ചോദ്യം ഒന്നുകൂടി ചോദിക്കാനുണ്ട്. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങളുടെ വാക്കിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ലീഗ് തന്നെ എപ്പോഴും അവകാശപ്പെടുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഒരു പള്ളിയുടെ പവിത്രതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പോലീസ് നടപടി ഉയർന്നുവെന്ന ആരോപണം ഉയർന്നപ്പോൾ ആ ശബ്ദം ഏറ്റവും ശക്തമായി കേൾക്കേണ്ട സമയമല്ലേ ഈ സമയം? പള്ളിയുടെ അകത്തേക്ക് ബൂട്ടിട്ട് കയറുകയും വിശ്വാസികൾക്ക് നേരെ അനാവശ്യമായി ലാത്തി വീശുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സ്വന്തം സർക്കാരിനോട് കണക്ക് ചോദിക്കാൻ പാണക്കാട് നേതൃത്വത്തിന് കഴിയണം. അതുകൊണ്ട് എന്റെ ചോദ്യം വളരെ ലളിതമാണ്. അധികാരവും 5 മന്ത്രിമാരും ഉള്ളപ്പോൾ പോലും പള്ളിയുടെ പവിത്രത സംരക്ഷിക്കാൻ സ്വന്തം സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ അധികാരം കൊണ്ട് മുസ്ലിം സമൂഹത്തിന് എന്താണ് പ്രയോജനം? ഇത് വ്യക്തിപരമായ വിമർശനമല്ല.
ഇത് രാഷ്ട്രീയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഒന്നോ രണ്ടോ നേതാക്കളുടെ പ്രതികരണം കാണിച്ച് ഈ ചോദ്യം അവസാനിപ്പിക്കാനും കഴിയില്ല. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. പാണക്കാട് സാദിഖ് അലി നിലപാട് വ്യക്തമാക്കണം. PMA സലാം നിലപാട് വ്യക്തമാക്കണം. മന്ത്രിസഭയിലെ 5 ലീഗ് മന്ത്രിമാരും സ്വന്തം സർക്കാരിനോട് ചോദിക്കണം. വിശ്വാസികൾ നെറ്റിവെച്ച് സുജൂദ് ചെയ്യുന്ന പള്ളിക്കുള്ളിൽ ബൂട്ടിട്ട് കയറിയ പോലീസ് നടപടിയിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടത് മൗനമല്ല, പ്രസ്താവനയും അല്ല, ഉത്തരവാദിത്വവും നടപടിയുമാണ്. ഇവിടെ നിന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇത് കേരളത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോലീസ് വിവാദമാണോ? അല്ല. 1982 ഡിസംബർ 29 ആലപ്പുഴ. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി K. കരുണാകരൻ, ആഭ്യന്തരമന്ത്രി വയലാർ രവി. അന്നും കേരളം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണത്തിലായിരുന്നു. ആലപ്പുഴയിൽ മുസ്ലിം സമൂഹം മിലാദ് ഷെരീഫ് നബിദിനം ആചരിക്കുന്ന സമയത്ത് സംഘർഷമുണ്ടായി. അവിടെ പോലീസ് എന്താണ് ചെയ്തത്? വെടിവെച്ചു. പോലീസ് വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി അന്നത്തെ രേഖകളിലുണ്ട്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നത്തെ ആരോപണമല്ല. 1983 ജനുവരിയിലെ കേരള ഹൈക്കോടതി വിധിയിലും 1982 ഡിസംബർ 29 ആലപ്പുഴയിൽ മുസ്ലിങ്ങൾ മിലാദ് ഷെരീഫ് ആചരിക്കുന്ന സമയത്ത് പോലീസ് വെടിവെച്ച സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിന്റെ ഒരു വിചിത്രമായ ആവർത്തനം നോക്കൂ. 1982 കോൺഗ്രസ് ഭരണകാലം, നബിദിനവുമായി ബന്ധപ്പെട്ട സംഭവം, പോലീസ് വെടിവെപ്പ്. 2026 വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരണം, നബിദിനവുമായി ബന്ധപ്പെട്ട സാഹചര്യം, പള്ളിക്കുള്ളിൽ പോലീസ് നടപടിയെ ചൊല്ലി ഗുരുതരമായ വിവാദം. ചരിത്രത്തിലെ ഈ 2 സംഭവങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം മതിയോ? അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ന്യൂനപക്ഷ ആരാധനാലയങ്ങളുടെയും വിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അതോടൊപ്പം ഇന്ത്യയുടെ ചരിത്രത്തിലെ മറ്റൊരു മുറിവും നമുക്ക് മറക്കാൻ കഴിയില്ല. 1992 ഡിസംബർ 6 ബാബർ മസ്ജിദ് സംഘപരിവാർ കരസേവകർ തകർത്ത ദിവസം. ബാബർ മസ്ജിദ് തകർത്തതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തം സംഘപരിവാർ രാഷ്ട്രീയത്തിനാണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അന്ന് ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? കോൺഗ്രസ്. പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാബർ മസ്ജിദിനെ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ പരാജയത്തെക്കുറിച്ച് ചരിത്രത്തിലുടനീളം കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇവിടെയാണ് മുനാഫിക് ലീഗിനോടുള്ള എന്റെ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ സംരക്ഷകരാണ് നിങ്ങളെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ കോൺഗ്രസിനോടുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ബന്ധത്തിനൊപ്പം കോൺഗ്രസ് ഭരണകാലത്ത് ഇത്തരം ചരിത്രവും ജനങ്ങളോട് തുറന്നു പറയണം. 1982 ആലപ്പുഴ മറക്കരുത്. 1992 ബാബരിയും മറക്കരുത്. 2026 മാടാക്കരയും മറക്കരുത്. എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. പള്ളിക്കുള്ളിൽ ബൂട്ടിട്ട് പ്രവേശിച്ച് വിശ്വാസികൾക്ക് നേരെ അനാവശ്യമായി ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ആരായാലും നടപടിയെടുക്കണം. സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. ആരാധനാലയം പള്ളിയായാലും ക്ഷേത്രമായാലും ചർച്ച ആയാലും അതിന്റെ പവിത്രത പോലീസ് മാനിക്കണം. അതേസമയം ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭരണകക്ഷികൾക്ക് കഴിയില്ല. ഭരണം നിങ്ങളുടെ കയ്യിലാണ്. ആഭ്യന്തര വകുപ്പും നിങ്ങളുടെ കയ്യിലാണ്. മന്ത്രിസഭയിൽ ലീഗിന് 5 മന്ത്രിമാരുമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടത് പ്രസ്താവനകളല്ല, നടപടിയാണ്. പാണക്കാട് നേതൃത്വത്തോടും ലീഗ് മന്ത്രിമാരോടും കോൺഗ്രസ് നേതൃത്വത്തോടും ചോദിക്കാനുള്ളത് അത്രമാത്രം. പള്ളിയുടെ പവിത്രതയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധം ആത്മാർത്ഥമാണെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുപ്പിക്കൂ. അധികാരത്തിലിരിക്കുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ പ്രതിഷേധക്കാരായി മാത്രം അഭിനയിക്കാൻ നിങ്ങൾക്ക് ഇനിയും കഴിയില്ല. ചരിത്രം ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. 1982 ആലപ്പുഴയും മറക്കില്ല. 1992 ബാബരിയും മറക്കില്ല. 2026 മാടാക്കരയും മറക്കില്ല. വിശ്വാസികളുടെ വികാരം വോട്ടിനുള്ള ആയുധമാക്കരുത്. ആരാധനാലയങ്ങളുടെ പവിത്രത രാഷ്ട്രീയത്തിന് മുകളിൽ നിൽക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, മാടാക്കര പള്ളിയിൽ നടന്ന പോലീസ് നടപടിയെക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം വേണം. പ്രസ്താവനകൾ അവസാനിപ്പിച്ച് ഭരണകക്ഷികൾ നടപടികൾ കാണിക്കട്ടെ. അവസാനമായി ഒന്നുകൂടി പറയുന്നു, പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് പാണക്കാട് എന്ന് വിശ്വസിക്കുന്നവരോടാണ്. അങ്ങനെയാണെങ്കിൽ അധികാരത്തിനപ്പുറം പദവികൾക്കപ്പുറം വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പള്ളിക്കകത്ത് നടന്ന ക്രൂരമായ ഈ വേട്ടയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടപടി എടുപ്പിക്കും. അത് 5 മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അബൂജാഹിലിന്റെ പിന്തലമുറക്കാരാണെങ്കിൽ, ഇബിലീസിന്റെ സന്തതികളാണെങ്കിൽ, ഭരണത്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി ഉത്തരേന്ത്യയിൽ സംഘപരിവാർ കാട്ടിക്കൂട്ടുന്നത് പോലെ കേരളത്തിലും കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് കുടപിടിച്ച് മൗനിയായി എന്നും പാണക്കാട് കുടുംബവും ലീഗും ഇവിടെ തന്നെ ഉണ്ടാകും. ചിന്തിക്കാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും തലച്ചോറുമുണ്ട്. ആ തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് നല്ലതേതാണ്, ശരി ഏതാണ്, ധർമ്മം ഏതാണ്, സത്യം ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.